നമ്മുടെ ലേബർ റൂമിൻ്റെ നേരെ മുമ്പിലായിട്ട് തന്നെയാണ് നമുക്ക് ബർത്ത് സ്യൂട്ട് വരുന്നത്. നമ്മുടെ ഇതാണ് ഫസ്റ്റ് നമുക്ക് പേഷ്യൻസിന് ഇരിക്കാനും അതേപോലെ തന്നെ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാനും നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഇവിടെയാണ് ആദ്യത്തെ അഡ്മിഷൻ ഉണ്ടാവുക. അഡ്മിഷനായി അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട്. നമുക്ക് ഇതാ ഒരു സോഫ പോലെയുള്ള സൗകര്യമുണ്ട്. കംഫർട്ടായിട്ട് പേഷ്യൻസിന് ഇവിടെ കിടക്കാനും പറ്റും. പിന്നെ നമുക്ക് അവർക്കുള്ള ആവശ്യമുള്ള TV, മിനിമം എന്താ പറയുക AC, അത് എയർ കണ്ടീഷൻഡ് റൂമാണ് ഇട്ടുണ്ടാവുക. ഒരു പ്രീമിയം സെറ്റപ്പുള്ള റൂമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വൺസ് പേഷ്യൻ്റ് ഇവിടെ വന്ന് പേഷ്യൻറ്റിന് പെയിനായി ഒരു സാധാരണ സ്റ്റേജ് 1, സ്റ്റേജ് 2 ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ പേഷ്യൻസിന് അവരുടെ എന്താ പറയുക ബൈസ്റ്റാൻഡേഴ്സ്, അതായത് ഫാമിലി, ഉമ്മയോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ബാക്കി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. വൺസ് അവരുടെ പെയിൻ കൂടി വരികയാണ് എന്നുള്ള സമയത്ത് അവരുടെ ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അതിലൊരു റൂം നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെലിവറി റൂമാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ആകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ഡോക്ടേഴ്സ്, സ്പെഷ്യൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകൾ ഇവരൊക്കെ അവൈലബിൾ ആയിരിക്കും. എമർജൻസി മെഡിസിൻസിനുള്ള സൗകര്യമുണ്ട്. ഓക്സിജൻ സപ്പോർട്ട് അവർക്കുണ്ട്. ബേബിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന് വേണമെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിന് കൂടെ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഉമ്മയോ ആരാണോ അവർക്ക് ആ സമയത്ത് ശരിക്കും എന്താ വെച്ചാൽ ഒരു മെൻ്റലി അവർക്ക് സപ്പോർട്ട് വേണ്ട ഒരു സമയമാണല്ലോ ലേഡീസിനൊക്കെ ഈ സമയത്ത്. അപ്പോൾ അതിന് വേണ്ട നല്ല സൗകര്യങ്ങളോട് കൂടി ഒരു പ്രീമിയം ലെവലിൽ തന്നെ എന്നാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ചൂസ് ചെയ്യാവുന്ന രീതിയിൽ ബർത്ത് സ്യൂട്ടാണ് അൽഫ ഹോസ്പിറ്റൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ലേബർ റൂമിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആക്സസും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് സാധാരണ നോർമൽ ഡെലിവറിയുടെ ചാർജിൻ്റെ കൂടെ ഒരു 10,000 റുപ്പീസ് അഡീഷണൽ വരും. അവർക്ക് സെപ്പറേറ്റ് സ്റ്റാഫും സെപ്പറേറ്റ് എല്ലാ ഇതും സെപ്പറേറ്റ് ആണുള്ളത്. അവരുടെ പേഴ്സണലൈസ്ഡ് കെയർ ആണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ ചാർജുമാണ് ഇതിന് കൂടെ ഉണ്ടാവുക. താങ്ക് യു.